2 മാസമായി വേതനം ലഭിക്കാത്ത ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ജീവനക്കാർക്കെതിരെ സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തിയെന്ന ഗൗരവമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. അരുൺ അമർനാഥ് വിവരങ്ങളുമായി. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധമുണ്ടായത്. അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി ചേർന്നത്. അരുൺ, ആരോഗ്യമന്ത്രി എത്തിയപ്പോൾ ശമ്പള കുടിശ്ശിക അത് വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകാൻ എത്തിയവരാണ്. എങ്ങനെയാണ് അവിടെ ഒരു വലിയ പ്രതിഷേധം പിന്നീട് രൂപപ്പെട്ടത്? ഇത്ര കഠിനമായ വകുപ്പ്, കലാപത്തിന് സംഘം ചേർന്ന് ശ്രമിച്ചു എന്ന വകുപ്പ് ഉൾപ്പെടെ ചാർത്തിയ സാഹചര്യത്തെക്കുറിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും പോലീസിന്റെയും വിശദീകരണമുണ്ടോ? പ്രതീക്ഷ, ഒരു ദുരവസ്ഥയിലാണ് ഈ ജീവനക്കാരുള്ളത്. 2 മാസമായി വേതനമില്ല. അതിനപ്പോൾ പരാതി അറിയിക്കാൻ എത്തിയതാണ്. അപ്പോൾ പരാതിക്കും പരിഹാരമായില്ല, ഒപ്പം തന്നെ ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് എന്നുള്ള ഒരു നിലയിൽ അതിദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ അവസ്ഥ എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മന്ത്രി ഇത്തരത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയത്. അവിടെ വെച്ച് ഇവർ കൂട്ടത്തോടെ തന്നെ ഇത്തരത്തിൽ നിവേദനം നൽകാനെത്തി. മന്ത്രിയെ കണ്ടു. ആ സമയത്ത് ഒപ്പം ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ അത് തടയുന്നുമുണ്ട്. അത്തരത്തിലൊരു തർക്കവും ബഹളവും ഒക്കെ അവിടെ ഉണ്ടായി. പിന്നീട് മന്ത്രി പോവുകയായിരുന്നു, നിവേദനം സ്വീകരിച്ചു. പിന്നാലെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതായുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംഘം ചേർന്ന് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, ദേഹത്ത് ഉപദ്രവിക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത്, ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുള്ള കേസാണ്. കണ്ടാൽ അറിയാവുന്ന ജീവനക്കാർക്കെതിരെയാണ് ഇത്തരത്തിൽ കേസെടുത്തിട്ടുള്ളത്. 2 മാസത്തോളമായി ശമ്പളവുമില്ല. ഒപ്പം പരാതിയും അവരുടെ ദുഃഖവും പങ്കുവെക്കാനാണ് മന്ത്രിയെ കണ്ടത്. അവർക്ക് മറ്റൊന്നും മാർഗവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ കൂടി അവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. വിചിത്രമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പ്രിൻസിപ്പൽ പരാതി നൽകി, ആ പരാതിക്ക് പിന്നിലും മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് സംശയം. കൃഷ്ണദാസ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, നോക്കൊപ്പം ടെലിഫോണിൽ. ശ്രീ കൃഷ്ണദാസ്, അന്ന് അവിടെ സംഭവിച്ചത് എന്താണ്? പോലീസിന്റെ ഭാഗത്തുള്ള ഈ വിചിത്രമായ നടപടി, ക്രൂരമായ നടപടി എന്ന് തന്നെ പറയാം. ശമ്പളം മുടങ്ങിയ സാധാരണ ജീവനക്കാരൊരു പ്രതിഷേധം അല്ലെങ്കിൽ നിവേദനം നൽകാനുള്ള ശ്രമത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കൂലിയുമില്ല, കേസ് നടത്തണമെന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് ആരോഗ്യ വകുപ്പിന്റെയും വിശിഷ്യ ഇവിടുത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും ഭാഗത്തുണ്ടായത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധവും മന്ത്രിയെ വഴിതടയൽ ഉള്ള സമയത്ത് ഞങ്ങൾക്കെതിരെ കേസ് എടുക്കുകയും, എന്നാൽ ഈ ശമ്പളം ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ജീവനക്കാർക്കെതിരെ കേസ് എടുക്കില്ല എന്നുള്ള നിലപാടാണ് പ്രിൻസിപ്പൽ സ്വീകരിച്ചത്. എന്നാൽ 2 ദിവസങ്ങൾക്ക് ഇപ്പുറം ഇവിടുത്തെ CPM-ന്റെ പാർട്ടി നേതൃത്വത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിൻസിപ്പൽ ഈ ക്രൂരമായിട്ടുള്ള ഒരു കൃത്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. നമുക്കറിയാം, 2 ദിവസം കഴിഞ്ഞ് വിവാഹമുള്ള ഗോപു എന്ന് പറയുന്ന യുവാവ് ഇവിടുത്തെ സ്റ്റാഫ് നേഴ്സാണ്. അദ്ദേഹം മന്ത്രിയോട് കരഞ്ഞു പറയുകയാണ്, 2 ദിവസം കഴിഞ്ഞാൽ എന്റെ വിവാഹമാണ്, എനിക്കെന്റെ വിവാഹം നടത്താൻ കൂടി പൈസ ഇല്ല എന്ന് കരഞ്ഞു പറയുമ്പോൾ ഇവിടുത്തെ DYFI-ക്കാരും CIT-ക്കാരും ചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു രംഗം, അദ്ദേഹം കരഞ്ഞുകൊണ്ട് കൂപ്പുകയ്യാൽ കരഞ്ഞുകൊണ്ട് മിനിസ്റ്ററുടെ മുമ്പിൽ നിൽക്കുന്ന ചിത്രം അല്ലെങ്കിൽ ആ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാ ചാനലുകളിലൂടെ. അപ്പോ അദ്ദേഹം ഇവിടുത്തെ DYFI പ്രവർത്തകർ, ഏറ്റവും വലിയ വിരോധാഭാസം ഈ പറയുന്ന ഗോപു അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ DYFI-യുടെ പ്രവർത്തകരാണ്. അവരെ പോലും ഈ പ്രതിഷേധ രൂപത്തിൽ കാണുന്ന ആ ദൃശ്യങ്ങൾ, അതിൽ DYFI-യുടെ പ്രവർത്തകരുമുണ്ടോ? ജീവനക്കാർ മാത്രമായിരുന്നില്ലേ? അവരുകൂടി എത്തി നിവേദനം കൊടുക്കുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചോ? അങ്ങനെയാണോ ഒരു പ്രതിഷേധം രൂപപ്പെട്ടത്? അതായത് ഇവിടെ HDS വഴി നിയമിക്കപ്പെട്ട ജീവനക്കാരാ, താൽക്കാലിക ജീവനക്കാർ കൃത്യമായിട്ട് CPM കൂറുപുറത്തുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽ. അവരും ഈ പറയുന്ന മന്ത്രിയെ കണ്ട് അവരുടെ സങ്കടങ്ങൾ, പ്രതിഷേധം എന്ന് ഒരിക്കലും ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, അവരുടെ സങ്കടങ്ങൾ 2-3 മാസം ഹോസ്പിറ്റലിൽ പണിയെടുത്തതിന്റെ കൂലിയാണ് അവർ ചോദിച്ചത് മിനിസ്റ്റർ മുമ്പിൽ. ഒരു പ്രതിഷേധം അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അവർ മിനിസ്റ്ററോട് അവരുടെ ചെയ്ത ജോലിക്കുള്ള കൂലി ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെ തിണ്ണമെടുക്കും കയ്യൂക്കുമാണ് ഇവിടുത്തെ DYFI-ക്കാരും CIT-ക്കാരും ചെയ്തിട്ടുള്ളത്. മന്ത്രിയും അവരെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ ഒരു ശബ്ദത്തിന് പുല്ല് വില പോലും ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ അവർക്കെതിരെ പരാതി കൊടുത്തതും. കണ്ടാൽ അറിയാവുന്ന 20ഓളം ആളുകൾക്കെതിരെ മഞ്ചേരി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു തരത്തിലും യൂത്ത് കോൺഗ്രസ് അംഗീകരിക്കില്ല. അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഈ വിഷയത്തിന്മേലുണ്ടാവും. 2 മാസമായി വേതനം ലഭിക്കാത്ത ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ എത്തിയ ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർ, അവർക്ക് വേതനം മുടങ്ങി. അക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. സംഘം ചേർന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഡോക്ടർ KK അനിൽരാജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. KK അനിൽരാജിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല.